നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങി പാറളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ. വിവിധ വിഭാഗങ്ങളിൽ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ വിജയം കരസ്ഥമാക്കി. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം തുടങ്ങി. പെരുമ്പിള്ളി ഗണേശൻ നമ്പൂതിരിയാണ് ആചാര്യൻ. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ നടത്തി. ജില്ലാ പ്രസിഡന്റ് MV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങി പാറളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ. വിവിധ വിഭാഗങ്ങളിൽ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ വിജയം കരസ്ഥമാക്കി. LP വിഭാഗം ജനറൽ ഓവറോൾ 3ാം സ്ഥാനത്തിന് 61 പോയിന്റുകളോടെ അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ അർഹരായി. LP വിഭാഗം അറബിക് മത്സരത്തിൽ 43 പോയിന്റുകളോടെ LPS ചേനം ഓവറോൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗം ജനറൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 78 പോയിന്റുകളോടെ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം ജനറൽ 243 പോയിന്റുകളോടെ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഫസ്റ്റ് നേടി. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ 180 പോയിന്റുകളോടെ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം തുടങ്ങി. പെരുമ്പിള്ളി ഗണേശൻ നമ്പൂതിരിയാണ് ആചാര്യൻ. ഞായറാഴ്ച മാനാത്മ്യത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവസ്വം സെക്രട്ടറി A കുമാരൻ, പ്രസിഡന്റ് ദേവൻ അടിതിരിപ്പാട്, കൺവീനർ PK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വച്ച് തന്ത്രരത്നം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പടിഞ്ഞാറെടുത്ത് നാരായണൻ ഭട്ടതിരിപ്പാടിനെ അനുമോദിച്ചു. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ നടത്തി. ജില്ലാ പ്രസിഡന്റ് MV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൊടുത്ത് കേരളത്തിൽ ഉണ്ടാക്കിയ AIDRM എന്ന് പറയുന്ന സംഘടന, ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ്, ആ സംഘടന നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും വളരെ വേഗത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും അതിൻ്റെ ജില്ലാ കമ്മിറ്റികൾ അതിവേഗത്തിൽ വരികയും അതുപോലെ തന്നെ മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലം, ഇലക്ഷൻ മണ്ഡലത്തിനേക്കാൾ കൂടുതലാണ് നമ്മുടെ പാർട്ടി മണ്ഡലം സെന്ററുകൾ. 15 മണ്ഡലം കമ്മിറ്റി നമുക്ക് ഈ ജില്ലയിലുണ്ട്. AIDRMന്റെ 15 മണ്ഡലം കമ്മിറ്റിയിലും നമ്മുടെ കമ്മിറ്റി നിലവിൽ വന്നു. 15 മണ്ഡലത്തില് മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നുവെങ്കിലും അതിന്റെ പ്രവർത്തനം ഒച്ചിന്റെ വേഗതയിലായിരുന്നു. അപ്പോൾ ആ ഒച്ചിന്റെ വേഗത മാറണമെങ്കിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അതിപ്രധാനം. അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് അതിന്റെ മെമ്പർഷിപ്പ് റെസീറ്റ് എല്ലാം ഇവിടെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടത്താൻ തീരുമാനിച്ചത്. മണ്ഡലം പ്രസിഡന്റ് TM അജേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KA പ്രദീപ്, അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ, PV അശോകൻ, ES പ്രതീഷ്, KV ഇന്ദുലാൽ, സുനിത ജിനു, സുബിത സുഭാഷ്, KK ജയൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ ദളിതർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറയാതെ തന്നെ നമുക്കറിയാം. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഇല്ലെങ്കിൽ കൂടെ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇതിനെ ഫേസ് ചെയ്തുകൊണ്ട് ജീവിച്ചു പോന്നിട്ടുള്ള ആളുകളാണ്. ഓരോ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കും തോറും അതിൻ്റെ ഗ്രാവിറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത കൂടി വരിക എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ചിടത്തോളമുള്ള സംഗതികൾ. നമ്മുടെ പൂർവികന്മാരൊക്കെ ചിലപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് വന്നിട്ടുള്ളതായിരിക്കും. പക്ഷെ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ജാതീയത ഇല്ല എന്നുള്ളത് പറയാം. പക്ഷേ മാനസികമായിട്ടും അല്ലാതെയൊക്കെ വളരെയധികം തളർത്തി കൊണ്ടുപോകുന്നത് കേരളത്തിൽ അടക്കമുണ്ട് എന്നുള്ളത്
എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത് പറയാം. AKTA പാലിശ്ശേരി യൂണിറ്റ് 25ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ടൈലറിംഗ് പാർക്കിന് 300ഓളം വരുന്ന AKTയുടെ മെമ്പർമാരാണ് അതിൽ അധ്വാനിക്കുന്നത്. ഇനി തൃശ്ശൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും ജോലി കൊടുക്കാവുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനം. തയ്ക്കാൻ അറിയാവുന്നവർക്ക് തയ്ക്കാൻ കൊണ്ടുപോകാം, തയ്ച്ച് കൃത്യമായി കൊണ്ടുകൊടുക്കാം. തയ്യൽ പഠിക്കാൻ അറിയാവുന്നവർക്ക് തയ്യൽ പഠിക്കാൻ വരാം. അവിടെ ജോലി എടുക്കാൻ സന്നദ്ധരുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യാം. ആ രീതിയിലേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ അതിന്റെ പ്രവർത്തനം 5ാം തീയതി തുടങ്ങി വെക്കാൻ പോണത്. അപ്പൊ ഇതിന്റെ TLTയുടെ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ അതിന് വരുന്ന ലാഭം ആർക്കാ കിട്ടുക? TLTയുടെ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ ആ ലാഭം ആർക്ക് കിട്ടും? ജിസാറിന്റെ ഏരിയ സെക്രട്ടറിക്ക് കിട്ടും അല്ലെ? ആർക്ക് കിട്ടാ? നമുക്ക് കിട്ടും. 4 ലക്ഷത്തോളം വരുന്ന തയ്യൽ തൊഴിലാളികൾക്ക് TLT ഉപകരണങ്ങൾ വിൽക്കുന്നതിന്റെ ലാഭവീതം ഒരേപോലെ എല്ലാ മെമ്പർമാർക്കും ലഭ്യമാകും. യൂണിറ്റ് പ്രസിഡന്റ് CA ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിന്ധു, ട്രഷറർ പ്രീന, ഏരിയ സെക്രട്ടറി ജിഷ ആദിത്യൻ, ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, ശേഖരൻ, CN വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ESI ആനുകൂല്യങ്ങൾ അനുവദിക്കുക, പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുക തുടങ്ങിയ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 12ാമത് ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവം തുടരുന്നു. 2ാം ദിവസം കലാമണ്ഡലം സ്വാതി സുനേഷ്, ഹൃദിക K നായർ എന്നിവരുടെ സംഗീത കച്ചേരി അരങ്ങേറി. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കൃതികളായ നാട്ടരാഗത്തിലെ മഹാഗണപതിയും രുദ്രപ്രിയയിലെ മൂകാംബിക എന്ന ആദിതാളകൃതിയും പ്രേക്ഷക ശ്രദ്ധ നേടി. ഗുരു സവിതാ സോമന്റെ ശിഷ്യയായ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്ന AS കൃഷ്ണേന്ദു, ഡോക്ടർ അശ്വിനി നമ്പ്യാരുടെ ശിഷ്യ സൂര്യദേവം സിസ്റ്റേഴ്സ് അരുണ M പ്രകാശ് എന്നിവരുടെ കുച്ചിപ്പുടിയും കലാക്ഷേത്ര രാഗി സതീഷിന്റെ ശിഷ്യ അപർണ M പ്രകാശിന്റെ ഭരതനാട്യവും ഉണ്ടായിരുന്നു. അനൂപ് ഭാസ്കർ വയലിനിലും തൃശൂർ PV നാരായണൻ മൃദംഗത്തിലും ഇരിങ്ങാലക്കുട മുരളീധരൻ ഗഞ്ചിറയിലും പക്കം വായിച്ചു. മുനമ്പം ബണ്ട് പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കിഴുപ്പുള്ളിക്കര, താന്യം, കാട്ടൂർ, ചാഴൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിക്കുന്ന മുനമ്പം ബണ്ട് ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങളെ പറ്റിക്കുകയാണ്. തുടർ പ്രവർത്തനങ്ങൾ നടക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുനമ്പം ബണ്ട് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആന്റോ തൊറയൻ, രാമൻ നമ്പൂതിരി, പഞ്ചായത്ത് മെമ്പർ മിനി ജോസ് എന്നിവർ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ മുനയംബണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുനയം ബണ്ടിൻ്റെ പണി നടക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച മുളകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിനുള്ള സമ്മതം ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഏറ്റിറക്കം സമയത്തൊക്കെ തന്നെ ഇവിടെ തീരെ വെള്ളമില്ലാതെ ഇരിക്കുകയും വീണ്ടും ഏറ്റം വരുന്ന സമയത്ത് ഈ പിള്ളച്ചിറകളൊക്കെ തന്നെ പൊട്ടിപ്പോയി എല്ലാ വർഷവും ഇതിൻ്റെ സൈഡൊക്കെ തന്നെ തള്ളിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ വന്ന് നോക്കിയാൽ കാണാവുന്നതാണ്, ഈ സൈഡ് പൊട്ടിക്കെടുക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ കെട്ടിൻ്റെ ഈ മുനയം കെട്ടിൻ്റെ പണിയിൽ ഉണ്ടായിട്ടുള്ള അപാകതകളൊക്കെ പരിഹരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റുകളും അതേപോലെ തന്നെ ഇവിടുത്തെ ബന്ധപ്പെട്ട മെമ്പർമാരും MLAയും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ച് ഇതിന് വേണ്ട ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. മുളകൾ നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് അറിയാം, ഏറെ പഴക്കമുള്ള മുളകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ ഇവിടെ ചന്ദ്രേട്ടൻ പറഞ്ഞോണം, ഏറ്റം വരുമ്പോഴുള്ള ആ പ്രശ്നത്തിൽ തള്ളിപ്പോകാനായിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ വളരെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം 3-4 ദിവസം മഴയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ട് എടുക്കുന്നവരും അതുപോലെ തന്നെ മണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ തന്നെ അത് സമയബന്ധിതമായി ചെയ്യുകയും അതിൽ കൃത്യതയോട് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ അത് അനുവദിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ലെന്ന് DCC ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ പറഞ്ഞു. കൂലി വെട്ടിക്കുറച്ച് പഞ്ചായത്ത് അധികൃതർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് പാസാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബിൽ പ്രകാരം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റിൽ തൊഴിലാളികൾക്ക് വിവിധ പഞ്ചായത്തുകളിൽ വിവിധ കൂലി നൽകുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ലംഘനമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇടതുപക്ഷം ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയും സ്വീകരിക്കുന്ന നിലപാട് നാട്ടികയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്നും എത്രയും പെട്ടെന്ന് നയം തിരുത്തണമെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലും ഇല്ലാത്ത നിയമവും നിബന്ധനകളുമാണ് നാട്ടിക പഞ്ചായത്തിൽ മാത്രം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് കോൺഗ്രസ് ചെറുക്കുമെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. പഞ്ചായത്തിനു മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഖ്യമായി നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ബണ്ട് നിർമ്മാണമാണ്, അല്ലേ? ബണ്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ബണ്ട് രൂപപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ അധികാരികൾ നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരുമൊക്കെ പറയുന്നത് ഒരു ദിവസം ഒരു തൊഴിലാളി 5 മീറ്റർ അല്ല 10 മീറ്റർ പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ ആ മിനിമം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 316 രൂപ ലഭിക്കൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ വ്യത്യസ്ത പ്രായമുള്ള ആളുകളുണ്ട്. 10, 60, 65 വയസ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരു 25, 30 വയസ്സുള്ള ഒരു തൊഴിലാളിക്ക് ചെയ്യാൻ കഴിയുന്ന സ്പീഡിൽ അല്ലെങ്കിൽ ആ വേഗതയിൽ ജോലി ചെയ്യാൻ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന തൊഴിലാളിക്ക് കഴിയില്ല. ഇപ്പോൾ സമീപ പഞ്ചായത്തായ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 5 മീറ്റർ ബണ്ട് നിർമ്മിച്ചാൽ ഈ വേതനം കിട്ടും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. വലപ്പാട് 5 മീറ്റർ പ്രവർത്തിച്ചാൽ കിട്ടും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നിഷേധിച്ച് തൊഴിലാളികളെ ചൂഷണം ചെയ്യാമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി കരുതുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കലും പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ശ്രീമതി സോണിയാഗാന്ധി UPAയുടെ ചെയർപേഴ്സണുമായ 2004 ഭരണമാരംഭിച്ച UPA ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ സാമ്പത്തികമായ ക്രയവിക്രയം നടക്കുന്നതിനും സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങൽ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക ഉന്മേഷത്തിനും ഉണർവിനും വേണ്ടിയാണ് ഈ പദ്ധതി അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, TV ഷൈൻ, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, PC മണികണ്ഠൻ, ജീജ ശിവൻ, മധു അന്തിക്കാട്ട, KV സുകുമാരൻ, രഹന ബിനീഷ്, PC ജയബാലൻ, ബാബു പനക്കൽ എന്നിവർ സംസാരിച്ചു. വർഗീയത ഊതിക്കാച്ചി സംഘ് പരിവാറിന് മരുന്നിട്ട് കൊടുക്കുന്ന പണിയിൽ നിന്നും CPM പിന്മാറണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. CPMനും BJPക്കും ഇപ്പോൾ ഒരേ ഭാഷയാണ്. മുസ്ലിം വിദ്വേഷവും വിഭാഗീയതയും പടർത്തി ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താനാണെന്ന് മുഖ്യമന്ത്രി പറയണമെന്നും അവർ പറഞ്ഞു. സ്നേഹതീരം വികാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ, ഷംസീർ ഇബ്രാഹിം, കമ്മിറ്റി അംഗം സണ്ണി മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, ജനറൽ കൺവീനർ TM കുഞ്ഞിപ്പ, കൺവീനർ അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ 21ാം ഊട്ടുതിരുനാളിന് കൊടിയേറി. തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര കൊടിയേറ്റം നടത്തി. തിരുനാൾ ദിനമായ ഡിസംബർ 8 രാവിലെ 10 ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നേർച്ച ഊട്ട് ആരംഭിക്കും. വൈകിട്ട് 7 CRP മൂവാറ്റുപുഴയുടെ തിരുമുറ്റ ബാൻഡ് വാദ്യം ഉണ്ടായിരിക്കും. വികാരി ഫാദർ സിജോ കാട്ടുകാരൻ, ജനറൽ കൺവീനർ സൈമൺ വാഴപ്പിള്ളി, കൈക്കാരന്മാരായ ലിൻഡോ കൈമഠം, പോൾ ചാലിശ്ശേരി, ജീസൻ തട്ടിൽ എന്നിവർ നേതൃത്വം നൽകും.
പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് ഏകദിന സെമിനാർ ഞായറാഴ്ച നടക്കും. ചേർപ്പ് വെസ്റ്റ് സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങി പാറളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ. വിവിധ വിഭാഗങ്ങളിൽ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ വിജയം കരസ്ഥമാക്കി. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം തുടങ്ങി. പെരുമ്പിള്ളി ഗണേശൻ നമ്പൂതിരിയാണ് ആചാര്യൻ. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ നടത്തി. ജില്ലാ പ്രസിഡന്റ് MV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.